നമസ്കാരം. അകംപുറത്തിലേക്ക് സ്വാഗതം. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം മദനി കേരളത്തിൽ വീണ്ടും ചർച്ചയാവുകയാണ്. മദനി തീവ്രവാദിയാണോ അല്ലയോ എന്ന ചർച്ചകൾ ഇതിനകം നമ്മൾ ഒരുപാട് നടത്തിക്കഴിഞ്ഞതാണ്. മദനിക്ക് ചികിത്സ കിട്ടി, ഒരുപക്ഷെ ജാമ്യവും കിട്ടിയേക്കാം. പക്ഷേ 10 വർഷം ജയിലിൽ കിടത്തിയതിനു ശേഷം നിരപരാധിയെന്ന് തെളിഞ്ഞതിനെ തുടർന്ന് പുറത്തുവിട്ട ഒരാളെ വീണ്ടും 3 വർഷമായി ജയിലിൽ കിടത്തുമ്പോൾ ആ കേസിൻ്റെ അകക്കാഴ്ചകൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഞങ്ങൾക്ക് ലഭിച്ച ചില വിവരങ്ങൾ, വസ്തുതകൾ, ദൃശ്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ്. ഈ അന്വേഷണത്തിൽ സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഒപ്പം മുൻ മന്ത്രിയും CPIM പൊളിറ്റ് ബ്യൂറോ അംഗമായ MA ബേബിയും ഞങ്ങളോടൊപ്പം ചേരുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. സ്വാഗതം ഇരുവർക്കും. ഒരു റിപ്പോർട്ടിൽ നിന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു. ആരായിരുന്നു കേരളത്തിന് മദനി? 4.5 നൂറ്റാണ്ട് കാലം ഇന്ത്യയിലെ മുസ്ലിം സമുദായം സുജൂദ് ചെയ്തിരുന്ന 4.5 നൂറ്റാണ്ട് കാലം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന സമാധാനത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സന്ദേശം 90കളുടെ തുടക്കം മുതൽ കേരളത്തിലെമ്പാടും മുഴങ്ങിയ ശബ്ദം ആഗോള ഹിന്ദു രാഷ്ട്രീയ സ്വയംസേവക് സംഘിലേക്കെന്ന പോലെ മലയാളി മുസ്ലിം ഇസ്ലാമിക് സേവാ സംഘ് എന്ന അപ്പോൾ മുളച്ച സംഘടനാ രൂപത്തിലേക്ക് വളരെ വേഗം ആകൃഷ്ടരായി. 92-ൽ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടു. രാജ്യം ഭരിച്ച കോൺഗ്രസിനെ തള്ളിപ്പറയാതെ UDF ചേരിയിൽ ഉറച്ചുനിന്ന മുസ്ലിം ലീഗ് ആശയപരമായി നെടുകെ പിളർന്നപ്പോൾ മുസ്ലിം ചെറുപ്പക്കാർ മദനി എന്ന തീവ്ര നിലപാടിലേക്ക് പറ്റം പറ്റമായി ഒഴുകി നീങ്ങി. രാജ്യം കലാപത്തിലേക്ക് നീങ്ങിയ നാളുകളിൽ നിരോധിക്കപ്പെട്ട പല മുസ്ലിം സംഘടനകളിൽ ഒന്ന് ISS ആയിരുന്നു. സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ മദനിയെ വധിക്കാൻ ശ്രമം നടന്നു. വലത്തേക്കാൽ മുറിച്ചുമാറ്റി മദനി ആക്രമണത്തെ അതിജീവിച്ചു. പേരിൽ നിന്ന് മുസ്ലിം എന്ന വാക്ക് കളഞ്ഞ പുതിയ പാർട്ടി PDP ദളിത് പിന്നാക്ക ജനവിഭാഗങ്ങളെയാകെ അഭിസംബോധന ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോഴാണ് 58 പേർ കൊല്ലപ്പെട്ട കോയമ്പത്തൂർ സ്ഫോടന പരമ്പരയിൽ മദനി പ്രതി ചേർക്കപ്പെടുന്നത്. വിചാരണ തടവുകാരനായി കോയമ്പത്തൂർ ജയിലിൽ കഴിഞ്ഞ മദനിയെ എല്ലാ കേസുകളിലും നിരപരാധിയെന്ന് തെളിഞ്ഞതിനെ തുടർന്ന് 10 വർഷങ്ങൾക്ക് ശേഷം കോടതി വെറുതെ വിട്ടു. കേരള രാഷ്ട്രീയത്തിൽ സജീവമായ അദ്ദേഹത്തെ ഒരാൾ കൊല്ലപ്പെട്ട 2010-ലെ ബാംഗ്ലൂർ സ്ഫോടന കേസിൽ 3 വർഷത്തിന് ശേഷം വീണ്ടും കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തു. ഞാനിപ്പോ ബാംഗ്ലൂരേക്ക് പോവാണ്. ബാംഗ്ലൂർ പോലീസും അവിടുത്തെ ഭരണകൂടങ്ങളും കൂടി എന്നെ ജീവൻ നശിപ്പിക്കാതിരുന്നാൽ തിരിച്ചു വീണ്ടും കേരളത്തിലേക്ക് വരും. മദനിക്ക് മാത്രം ജാമ്യം കിട്ടുന്നില്ല, എന്തുകൊണ്ടാണ്? നമ്മളുടെ CRPC വ്യവസ്ഥ അനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അതിലൊരു സംസ്ഥാന ഗവൺമെൻറ് എന്നുള്ള നിലയിൽ കേരളത്തിലെ ഗവൺമെൻറ്റിന് മൂവ് ചെയ്യുന്നതിന് പരിധിയുണ്ട്. അതിനപ്പുറത്തേക്ക് നമുക്ക് പോകാനുള്ള ഇവിടെ നിയമം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് നിയമം അനുവദനീയമായി ഏത് പൊസിഷൻ വരെ പോകാനും ഗവൺമെൻറ്റിന് ഒരു മടിയുമില്ല. അബ്ദുൽ നാസർ മദനിയോട് പൂർണ്ണമായി നീതി പുലർത്തി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ അഭിപ്രായ പ്രകടനത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ഇപ്പോൾ ഈ ബാംഗ്ലൂർ സ്ഫോടന കേസിൽ ശ്രീ അബ്ദുൽ നാസർ മദനിയെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എൻ്റെ വ്യക്തിപരമായ ഒരു വിലയിരുത്തൽ, കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിൽ അദ്ദേഹം നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെട്ട് തമിഴ്നാട് ഹൈക്കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടതിലുള്ള സംഘപരിവാറിൻ്റെ ഒരു പ്രതികാരമാണ്. BJP ഗവൺമെൻറ്റുള്ള കർണാടകയിലെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ ബോധപൂർവം ഈ കേസിൽ കുടുക്കി കേരളത്തിലെ ഗവൺമെൻറ് പിടിച്ചു കൊടുക്കാൻ നിർബന്ധിക്കപ്പെട്ടു. അതാണ് പ്രശ്നം. ഇത് ഒരു കുടുക്കാണെന്ന് അറിയുമ്പോഴും ഇതൊരു ഗൂഢാലോചനയാണെന്ന് അറിയുമ്പോഴും ഈ 2 സമയത്തും ഇവിടെ ഉണ്ടായിരുന്ന ഇടതുപക്ഷ സർക്കാരിന് പിടിച്ചു കൊടുക്കുന്നതിൽ പങ്കാളി ആവേണ്ടി വന്നു. ഒരു സംസ്ഥാന ഗവൺമെൻറ് കെട്ടിച്ചമച്ചതോ അല്ലാത്തതോ ആയ തെളിവുകളെ ആസ്പദമാക്കി ഒരു വ്യക്തിക്കെതിരായിട്ട് സമൻസ്, അതിൻ്റെ നടപടിക്രമങ്ങൾ മുഴുവൻ പൂർത്തീകരിച്ച് അയച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ചോദിക്കാം, ചില ക്ലാരിഫിക്കേഷൻസ് ചോദിക്കാം, അതിൻ്റെ രേഖകൾ ആവശ്യപ്പെടാം എന്നുള്ളതിനപ്പുറം മറ്റൊരു സംസ്ഥാന ഗവൺമെൻറ് ഏത് സംസ്ഥാനത്തു നിന്നാണോ ഒരാളെ പ്രതി ചേർത്തിട്ട് പിടിച്ചു കൊടുക്കണമെന്ന് പറയുന്നത്, ആ സംസ്ഥാന ഗവൺമെൻറ് നിസ്സഹായമാണ് എന്നുള്ള നിയമവശം നമുക്കെല്ലാം അറിയാം. പ്രതിപക്ഷവും ഭരണപക്ഷവും ഇപ്പോൾ യോജിപ്പിലാണ്. പക്ഷേ അനുഭവിക്കുന്നത് മദനിയാണ്. മദനിയുടെ മക്കൾക്ക് വാപ്പിച്ചിയുടെ അവസ്ഥയെക്കുറിച്ച് ഇപ്പോൾ എന്താണ് പറയാനുള്ളത്? വർഷം കോയമ്പത്തൂർ ജയിലിൽ കിടത്തിയതിനു ശേഷം
നിരപരാധിയെന്ന് കണ്ടെത്തി വെറുതെ വിടുകയും വീട്ടിലെത്തി 3 വർഷത്തിനകം വീണ്ടും പോലീസ് പിടിച്ചുകൊണ്ടുപോവുകയും പിന്നീടിപ്പോൾ 2.5 വർഷമായി ബാംഗ്ലൂർ ജയിലിൽ കിടക്കുകയും ചെയ്യുന്നത് ഈ കുട്ടികളുടെ അച്ഛനാണ്. +1 പഠിക്കുന്ന ഉമർ മുക്താറും 10ാം ക്ലാസ്സിലെത്തിയ സലാഹുദ്ദീൻ അയ്യൂബിയും മദനിയുടെ മക്കളായതുകൊണ്ട് മാത്രം പല സ്കൂളുകൾ മാറേണ്ടി വരികയും പലയിടത്ത് താമസിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് ഇവർക്ക്. ഇതുവരെ ബാപ്പിച്ചിയോടൊപ്പം ജീവിച്ചിട്ടില്ല അയ്യൂബി. ഉമറിന് 4 വയസ്സെത്തും മുൻപുള്ള തെളിച്ചമില്ലാത്ത ഓർമ്മയാണ് പിതാവ്. ഞങ്ങളുടെ കൂടെ വന്നവരാരാന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ. ഒരു കണ്ണിന് ഇപ്പോൾ 20%, ഒരു കണ്ണ് പൂർണ്ണമായി പോയി, ഒരു കണ്ണിന് 20%. ഈ കാല് പോയപ്പോഴും പണ്ട് ഒറ്റയ്ക്ക് നടക്കുകയും പിടിക്കാൻ ആരും സഹായമില്ലാതെ ചെയ്തു. പിന്നീട് ജയിലിൽ നിന്ന് വന്നപ്പോഴും ഒരാളുടെ കൈ പിടിച്ച് ഇങ്ങനെ നടക്കാനുള്ള കഴിവുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വല്ലാതെ അങ്ങ് തളർന്നു പോയൊരവസ്ഥയാണ്. നമുക്ക് മാത്രം ജാമ്യം നൽകുന്നില്ല, മഹദനിക്ക് ജാമ്യമില്ല. മറ്റാൾ എല്ലാവർക്കും ജാമ്യം, ഏത് പ്രതിക്കും ഈ വിചാരണ തടവുകാർക്കൊക്കെ ജാമ്യം നൽകുന്നുണ്ട്. മഹദനിക്ക് മാത്രം കോടതി ജാമ്യം നൽകുന്നില്ല. ഈ ഇറ്റാലിയൻ കുറ്റവാളികൾക്കും ജാമ്യം നൽകി. നമുക്ക് എന്ത് പറയാൻ കഴിയും? അത് തീരുമാനം കോടതിയുടെ വകയല്ലേ. അത് 2 കോടതിയല്ലേ. ഇവിടെ ഒരു ഹൈക്കോടതി എടുത്ത നിഗമനങ്ങൾ, തീരുമാനങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അവരുടെ ഒബ്സർവേഷൻസാണ്. കർണാടകത്തിൽ കർണാടക ഹൈക്കോടതിയാണ്, അവരാണ് തീരുമാനം എടുക്കേണ്ടത്. അവരുടെ മുമ്പിലെത്തുന്ന കേസുകളുടെ അടിസ്ഥാനത്തിലായിരിക്കാം അവർ തീരുമാനമെടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇത് 2 സാഹചര്യങ്ങൾ 2. ഇത്ര ലളിതമാണോ ഈ പ്രശ്നം? ഈ വിഷയത്തിൽ സാങ്കേതികമായി എൻ്റെ സുഹൃത്ത് ശ്രീ തിരുവഞ്ചൂർ പറഞ്ഞത് ശരിയാണ്. ഇക്കാര്യത്തിൽ കോടതികൾക്കാണ് തീരുമാനമെടുക്കാൻ അധികാരമുള്ളത്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഇക്കാര്യത്തിൽ എടുത്ത സമീപനത്തിനകത്ത് വലിയൊരു ഇരട്ടത്താപ്പുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. നമ്മുടെ ഭരണകൂട സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കോടതികളിൽ മുസ്ലിം ന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരാളിൻ്റെ മേലൊരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ തെളിവുകളില്ലെങ്കിൽ പോലും അതങ്ങ് വിശ്വസിക്കുന്നതിന് ഉള്ള ഒരു അന്തരീക്ഷം ഇന്ത്യൻ സമൂഹത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടി, ഭരിക്കുന്ന പാർട്ടി, ആ പാർട്ടിക്ക് ഇക്കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വമില്ലേ? എനിക്ക് ശ്രീ എം എ ബേബി പറഞ്ഞതിനോട് അങ്ങനെ യോജിപ്പില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള സ്ഥലം എവിടെ? ഇന്ത്യ രാജ്യം. ആ ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങളുടെ താല്പര്യങ്ങളെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ കമ്മ്യൂണിറ്റികൾക്കും ഒരുപോലെ വിശ്വസിക്കാവുന്ന, എല്ലാ കമ്മ്യൂണിറ്റികളും ഉൾക്കൊള്ളുന്ന, എല്ലാ കമ്മ്യൂണിറ്റികൾക്കും ഉന്നത സ്ഥാനത്തെത്താൻ കഴിയുന്ന മതനിരപേക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ധാരാളം ഉണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെയൊരു ഒറ്റപ്പെടുത്തലിന് വേണ്ടി സമൂഹത്തെ അനുവദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മദനിയുടെ ഏറ്റവും പുതിയ ആരോഗ്യസ്ഥിതി തേടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അകംപുറത്തിൽ ഒരു അതിഥിയെ ആവശ്യമായി വരികയാണ്. ക്ഷണിക്കുകയാണ് ശ്രീ മുഹമ്മദ് റജീബിനെ. ഏറ്റവും പുതിയ ആരോഗ്യസ്ഥിതി എന്താണ്? അദ്ദേഹത്തിന് നിരവധി രോഗങ്ങൾ കൊണ്ട് അദ്ദേഹം വളരെയധികം ബുദ്ധിമുട്ടുകയാണ്. ഈ ഇരിക്കുന്ന ഫയൽ എന്നെ അവിടെ പ്രോസിക്യൂഷൻ കഴിഞ്ഞ അദ്ദേഹത്തിന് ചികിത്സ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി നൽകിയ പെറ്റീഷന് കൗണ്ടർ അഫിഡവിറ്റായിട്ട് പ്രോസിക്യൂഷൻ സമർപ്പിച്ച രേഖകളാണ്. കർണാടക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റോളജിയിൽ അദ്ദേഹത്തിന് ചികിത്സയ്ക്ക് കൊണ്ടുപോയി. അവിടെ അദ്ദേഹത്തിന് അന്ന് കൊണ്ടുപോയത് 27/8/2010 ആദ്യമായിട്ട് അദ്ദേഹത്തിന് കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ അളവ് 0.3 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. കൃത്യമായി ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നു റിവ്യൂ ആഫ്റ്റർ 2 months ഫോർ ഇവാലുവേഷൻ ഓഫ് റെറ്റിന എന്ന് വളരെ കൃത്യമായി രേഖപ്പെടുത്തി. പിന്നീട് കൊണ്ടുപോകുന്നത് 8/3/2011 അദ്ദേഹത്തിന് വീണ്ടും കൊണ്ടുപോകുന്നത്. അന്നത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഈ ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ അളവ് വളരെയധികം കൂടി ഏതാണ്ട് 12.3 എത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ കാഴ്ചശക്തി ഏതാണ്ട് ഒരു കണ്ണിൻ്റെ പൂർണ്ണമായിട്ടും മറ്റൊരു കണ്ണിൻ്റെ 80% നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. അപ്പോൾ ഇത് ഒരു രേഖയാണ്. ഇങ്ങനെ ഒരുപാട് രേഖകൾ ഞങ്ങൾക്ക് ഹാജരാക്കാൻ കഴിയും. വളരെ നന്ദി ശ്രീ മുഹമ്മദ് റജീബ് ഈ വിവരങ്ങൾ പങ്കുവച്ചതിന്.